ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു DIY ആണ്. എന്തിനുള്ളതാണെങ്കിലും നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ ഈസിയായി സിമ്പിളായിട്ട് എങ്ങനെ മാറ്റാമെന്ന് നമുക്കിന്ന് നോക്കാം കേട്ടോ. കഴുത്തിന് ചുറ്റും കറുപ്പ് വരാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഡയബറ്റിക് ആണെങ്കിൽ നമുക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് വരും, പിന്നെ ടാൻ കാരണം വരാം, അല്ലെങ്കിൽ പിന്നെ വിയർപ്പിരുന്നിട്ടൊക്കെ വരാം. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. പിന്നെ PCOD ഉള്ളവരാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ മെത്തേഡ് വഴി അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ബാക്കിയുള്ള കാരണങ്ങൾ റീസൺസ് വഴി വരുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു DIY വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫസ്റ്റത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു 3 തവണ ഇതെന്തായാലും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഫസ്റ്റ് വീക്കിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒരു നല്ല ഗ്ലോ ഒക്കെ കിട്ടും. പക്ഷേ ആ ടാൻ മൊത്തം, ആ ഡാർക്ക്നെസ് മൊത്തം റിമൂവ് ആകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു ചെറിയ ഇൻട്രോ വീഡിയോ പറ്റിയിട്ടുള്ള. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോണതിന് മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് ലഭിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാണ്ട് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യാനായിട്ട് ഏത് ക്ലെൻസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മിൽക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ക്ലെൻസർ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റോസ് വാട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. കുറച്ച് കയ്യിലെടുത്തിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കയ്യിലാക്കിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മസാജ് ചെയ്യാം. ടാപ്പ് ചെയ്തിട്ട് മസാജ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നെക്കിലും ഫേസിലൊക്കെ നമ്മൾ എവിടെയാണെങ്കിലും നമ്മളിങ്ങനെ മസാജ് ചെയ്യും, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, എന്ത് ചെയ്യുകയാണെങ്കിലും മുകളിലേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ക്ലെൻസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഒന്ന് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യുന്നത് എന്തിനാണെങ്കിൽ നമ്മുടെ നെക്കിലുള്ള പോഴ്സൊക്കെ നല്ലപോലെ ഓപ്പൺ ചെയ്യാനും നമ്മൾ ഇനി ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്യാനും പിന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. 2 വട്ടം സ്റ്റീം ചെയ്യണം. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് വേണം സ്റ്റീം ചെയ്യാൻ. ഇതുപോലത്തെ ഒരു ഫേസ് ടവലുണ്ട്. ഇത് മുക്കി നമുക്ക് സ്റ്റീം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ പാത്രത്തിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാം. സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ ഈ ഫേസ് ടവലാണ് എടുക്കുന്നത്. ഇത് ഇതിൽ മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാനിവിടെ തുണി നല്ല പോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ നെക്കിന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സ്. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ ഇത് വെക്കുക. 2 തവണ ചെയ്യുക. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് നമ്മൾ 2 തവണ ചെയ്യണം. ഓക്കെ, സ്റ്റീം ചെയ്യണം. അപ്പോൾ ഞാൻ 2 തവണ സ്റ്റീം ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള സ്റ്റീമിങ് കഴിഞ്ഞു. 2 തവണ നമ്മൾ സ്റ്റീം ചെയ്യണം. അതിനുശേഷം നമ്മളൊരു സ്ക്രബ് വെച്ച് നല്ലപോലെ സ്ക്രബ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഉപയോഗിക്കാം. ഷുഗറും മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് ഏറ്റവും നല്ലത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത് ഡെഡ് സെൽസ് കളയാൻ വളരെ നല്ലതാണ്. അത് മാത്രമല്ല നല്ല ഗ്ലോ തരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക്നെസ് ഒക്കെ നല്ലപോലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ ലെമൺ ജ്യൂസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ലെമൺ ജ്യൂസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ലെമൺ ജ്യൂസും അതോടൊപ്പം ഞാൻ കുറച്ച് ചെറുപയർ പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. ചെറുപയർ പൊടി സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെറുപയർ പൊടി എടുക്കാം.
കണ്ടില്ലേ ഞങ്ങൾ ഇതൊരു 1/2 ടീസ്പൂണോളം ഉള്ളൂ, അത്ര മതി നമുക്ക് സ്ക്രബ് ചെയ്യാൻ, ഒരു തവണ സ്ക്രബ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് നെക്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുകളിലേക്ക് മസാജ് ചെയ്യുക, ഒരു സർക്കുലർ മോഷനിൽ മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നല്ലപോലെ വാഷ് ചെയ്ത് കളയാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇട്ടിട്ട് 5 മിനിറ്റ്സിന് ശേഷം അത് നല്ലപോലെ വാഷ് ചെയ്ത് കളയാം. നമ്മുടെ സ്ക്രബ് നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇടാം. ആ പാക്ക് ഇടാനായിട്ട് നമുക്ക് ഞാൻ ഈ ബൗളിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ, പാക്ക് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം വേണ്ടത് കടലമാവാണ്. കടലമാവ് നമുക്കൊരു ഒരു ടീസ്പൂണോളം മതിയായിരിക്കും കേട്ടോ, ഒരു ടീസ്പൂൺ മതി. ഇനി നമുക്കിതിലൊക്കെ ആഡ് ചെയ്യേണ്ടത് കർഡാണ്. കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഈ കർഡ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനൊരു ടീസ്പൂണോളം കർഡ് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്, യോഗേർട്ടാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യാം. ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ പാക്ക് നമുക്ക് നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയാണ്, കണ്ടോ, ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ നോക്കിയ കൺസിസ്റ്റൻസി കണ്ടോ, ഇതുപോലൊരു കൺസിസ്റ്റൻസിയാണ്. നമുക്കിത് നെക്കിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഡ്രൈ ആകും. അപ്പോൾ അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ ഒരു ലെയർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ലെയർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. 2 ലെയർ അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ 2 ലെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് 20 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളൊരു നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അലോവേര ജെൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ 20 മിനിറ്റ്സിന് ശേഷം ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ നമ്മൾ DIY ചെയ്യേണ്ടതെന്ന്. ഇതിനൊരു 4 സ്റ്റെപ്സ് ആണുള്ളത്. അവസാനത്തെ ഇതിൽ നമ്മൾ ആ പാക്ക് 2 കോട്ട് ഇട്ടിട്ട് 20 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്ത് കളയണം. വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വെറുതെ ഇങ്ങനെ ഇടരുത്. ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നാച്ചുറൽ മോയ്സ്ചറൈസർ ആണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഞാൻ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ മസാജ് ചെയ്യുമ്പോൾ എന്ത് സംഭവം ഇട്ടിട്ട്, ക്രീം ആയാലും എന്ത് DIY ആണെങ്കിലും, ക്രീം ആണെങ്കിലും പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മാത്രം മസാജ് ചെയ്ത് കൊടുക്കാം. മുകളിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ താഴോട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് സാഗിങ് വരാൻ ചാൻസ് ഉണ്ട്, സ്കിൻ തൂങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആണ്, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാകും. ആഴ്ചയിൽ 3 ദിവസം നിങ്ങളിത് എന്തായാലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാം. തുടർച്ചയായിട്ട് ഇങ്ങനെ ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം എന്തായാലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എന്താ, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം വരുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, കുഞ്ഞൊരു ബെൽ ഐക്കൺ ഉണ്ട്. ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാണ്ട് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.